നിർത്ത്. ബാക്കി കൂടെ തീർത്ത് വിടുതേ കാണിച്ചിട്ടേക്കുന്ന കണ്ടോ. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്. ചേച്ചി ഒന്ന് പറഞ്ഞു. നിങ്ങളല്ലേ ഈ നമ്മളുടെ ഫിലോക്കാലിയെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചു ഡയറക്ടറായി. എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ 3 പേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു. സ്വന്തം ഫിലോക്കാലിയുടെ ക്രെഡിബിലിറ്റി തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. PK അതൊരു തീവ്രവാദ സംഘടന. ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ, അതിൽ കൂട്ടി നിൽക്കരുതേ. ഹീ ഈസ് അൺസ്റ്റേബിൾ നൗ. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇതുവരെയ്ക്ക് ഞാൻ നിങ്ങളുടെ ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഹീ ഈസ് അൺസ്റ്റേബിൾ നൗ. ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു. നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ്, ഇതെല്ലാം കുടുംബ ട്രസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ കുടുംബ ട്രസ്റ്റ് ഇല്ലെന്ന്. എന്ത് മോശം പ്രവർത്തനമാ മാഷേ, എന്ത് മോശം പ്രവർത്തനമാ. അത് റെക്കോർഡറാണ്. ഞാൻ അയച്ചുതരാം, ആ ബിറ്റ് ഞാൻ അയച്ചുതരാം. മതി മതി, എനിക്കിത് കാണിക്കാനേ ഞാൻ വന്നുള്ളൂ. നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് മതി. ജിജി മാരിയോ ആൻഡ് മാരിയോ ജോസഫ് ഇവർ തമ്മിലുള്ള അടിയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതായത് ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുടുംബം തകരുന്ന സമയത്ത് അവരെ നോക്കി പുച്ഛിക്കുകയും അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സംഭവം ഇത്രയും നാളും നാട്ടുകാരെ മൊത്തം പറ്റിച്ച ഒരു 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ആ ഒരു രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ജിജി മാരിയോ ആൻഡ് മാരിയോ ജോസഫ് ആൻഡ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ. ഈ ഒരു ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വെച്ച് ഇവർ 2 പേരും ഇത്രയും നാളും നാട്ടുകാരുടെ നിന്നും മൊത്തം പൈസ മേടിച്ചെടുത്തിട്ട് കുറേയെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇവർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 10-24 കുടുംബങ്ങൾക്ക് ഇപ്പോൾ വയനാട് തന്നെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന, അതായത് നാട്ടുകാർ കൊടുത്ത എല്ലാ ഫണ്ടും ഇവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തിക്കോ വേണ്ടിയിട്ടോ ഉപയോഗിച്ചിട്ടില്ല. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ മരിയോ ജോസഫ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്, ഈ പറയുന്ന ജിജി മരിയോ നാട്ടുകാരുടെ നിന്ന് മേടിച്ച പൈസ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മരിയോ ജോസഫ് ഇയാളുടെ പുതിയ വീഡിയോയിൽ പറയുന്നത് ജിജി എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു, അതായത് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തൊട്ടും തൊടാതെയും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പൈസ കൊടുക്കുന്ന അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഫൗണ്ടേഷനും അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന നിങ്ങൾ കാര്യം ഒന്ന് മനസ്സിലാക്കുക, ഈ കൊടുക്കുന്ന പൈസയെല്ലാം കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശരിയാണ്, സംഭവം ഇതേപോലൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്, ഓഡിറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതേപോലെ ക്യാഷായിട്ട് കൊടുക്കുന്നതും അങ്ങനെയൊക്കെ വരുന്ന പല 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 രീതിയിൽ ഇതൊരു മുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കിയാൽ ചുറ്റും കാണാം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവർ. അവരെ പോയി നേരിട്ട് എന്താ പറയുക സഹായിക്കുക. അല്ലാതെ ഇതേപോലെയുള്ള എന്താ പറയുക നാടിനും നാട്ടുകാരെയും പറ്റിച്ച് എന്നിട്ട് അതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നവർക്ക് നിങ്ങൾ കൊടുത്ത് വെറുതെ വിഡ്ഢികളാകാതിരിക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ എടുത്ത് നമ്മൾ വേറൊരാളെ സഹായിക്കുമ്പോഴാണ് ശരിക്കും ചാരിറ്റി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ നിന്നിട്ട് വേറൊരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസേൻ്റെ ഒരു പങ്ക് ഞാനിങ്ങനെ മേടിച്ചിട്ട് വേറൊരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പം, അതായത് ഈ ഒരു പങ്കിൽ നിന്നും എൻ്റെ ഒരു പങ്കെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനെ ചാരിറ്റിന്നോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവൃത്തിന്നോ പറയാൻ എനിക്കെന്തായാലും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പറയുമ്പം ഭയങ്കര ചാരിറ്റി പ്രവർത്തകനാണ്, എന്തോ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇവരുടെ ഒരു പങ്ക് പറ്റിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ലാഭം പറ്റിയിട്ടാണ് ഇതേപോലുള്ള പരിപാടികൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവസാനം സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ 2 പേരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ ഇന്നലെ മിനിങ്ങാതൊക്കെ ആയിട്ട് കണ്ടു. അതായത് തലതല്ലി പൊളിക്കുന്നു, ഭാര്യ ഭർത്താവിനെ തല്ലുന്നു, ഭർത്താവിനെതിരെ ഭാര്യ വീഡിയോ ഇടുന്നു. ഇപ്പോൾ ഏതായാലും ഭർത്താവും കുറേ ടീമുമായിട്ട് വന്നിട്ട് ഭാര്യയ്ക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ റീലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണെന്ന് വിചാരിക്കുന്ന നമ്മളാണ് പൊട്ടന്മാർ. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ പൊട്ടന്മാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവരൊക്കെ ജീവിക്കുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അയ്യോ, നിങ്ങൾ രാവിലെ എണീറ്റ് ഭർത്താവിനെ ഒന്ന് ചുംബിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എന്ത് നല്ല സ്ത്രീ, അയ്യോ, അങ്ങനെ വിചാരിച്ച് നടക്കുന്ന നമ്മളാണ് പൊട്ടന്മാർ. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഈ ഒരു ട്രസ്റ്റിലേക്ക് കുറച്ച് ആളുകളെ ഇയാൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പം എതിർത്തതാണ് ഇവർക്ക് എന്താ പറയുക, ജിജി മരിയോയ്ക്ക് അടി കിട്ടാനുള്ള കാരണം എന്നാണ് ജിജി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫുൾ കഥയുമായിട്ട് മരിയോ വന്നിട്ടുണ്ട്. നമുക്ക് മരിയോൻ്റെ കഥ പറച്ചിലൊന്ന് കേട്ടു നോക്കാം. ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതും വിശ്വസിക്കാൻ പറ്റിയ കഥയൊന്നുമില്ല. അവരവരുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരവർ വന്നിട്ട് ഡയലോഗ് അടിക്കും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നമ്മളെപ്പോഴും എല്ലാ കേസിലും കാണുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ജിജി ചേച്ചിയും വന്നിട്ട് ഒരു കഥ പറയും. അത്രേ ഉള്ളൂ. ഇപ്പം മരിയോ ജോസഫ് ജിജി ചേച്ചിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ജിജി ചേച്ചി വന്നിട്ട് ഇനി മരിയോ ചേട്ടനെതിരെ ഇതേപോലെ ആരോപണങ്ങൾ പറയും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, എന്തായാലും ചേട്ടായി എന്താണ് അല്ലെങ്കിൽ ബ്രദർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. ബ്രദറേ, ഒന്ന് പറ ബ്രദറേ, നിങ്ങൾ പറ ബ്രദറേ. വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടിൽ TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല. അവിടെ TV ഇല്ല, അവിടെ അങ്ങനെ ഒരു സെറ്റാപ്പ് ബോക്സും ഇല്ല. അയ്യോ, അപ്പൊ ജിജി ചേച്ചി നമ്മളെ പറ്റിച്ചിട്ടാ. അതായത് ടിവിയും സെറ്റോപ്പ് ബോക്സും ഇല്ലാത്ത വീട്ടിൽ നിന്നും സെറ്റോപ്പ് ബോക്സ് എടുത്ത് തലക്കടിച്ചു എന്ന് പറഞ്ഞ് ജിജി ചേച്ചി നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ചേട്ടായി വന്നിട്ട് നമ്മളോട് പറയുകയാണ് ജിജി ചേച്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ TV പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് സെറ്റോപ്പ് ബോക്സ് എടുത്തിട്ട് തല്ലുക. എന്തായാലും നമ്മൾ ജിജി ചേച്ചി ആദ്യത്തെ ഇതിൽ തന്നെ ജിജി ചേച്ചിക്ക് 0 പോയിൻ്റ്, 1 പോയിൻ്റ് നമ്മുടെ മരിയോ ജോസഫ് ചേട്ടൻ നേടിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത പറയൂ. എന്തുകൊണ്ട് അങ്ങനെ ഫെയർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം. ശരിക്കും മാരിയോ ബ്രദർ ജിജിയെ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം. ഉണ്ടെങ്കിൽ അതെന്തിനാണെന്ന് പറയാണ്. അപ്പോൾ തല്ലിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങായി സമ്മതിച്ച്, അതായത് അവിടെ ഇവിടെ തൊടാണ്ട് ചങ്ങായി സമ്മതിച്ച് തല്ലിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ ബ്രദറേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രദറേട്ടൻ പറയുന്നത് ഇതാണ്. ആദ്യം പറഞ്ഞു അവിടെ സെറ്റപ്പ് ബോക്സ് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ തല്ലിയിട്ടില്ല എന്നാണ് ബ്രദറേട്ടൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ബ്രദറേട്ടൻ രണ്ടാമെന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ തല്ലിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറഞ്ഞു. എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ്. പക്ഷെ മാമോദിസ മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അജ്മൽ കസബോട്ട് യൂറോ ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടം. ഇവരെല്ലാവരും ഇതേപോലെ മാമോദിസ മുങ്ങി വന്നവരാണ്. അതായത് ഇയാൾ ഇതിനു മുമ്പ് സുലൈമാനോറ്റായിരുന്നു. അപ്പോൾ ഈ അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അജു ഇതേപോലെ മാമോദിസ മുങ്ങി വന്നതാണ്. ഓക്കെ, അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ്. മാമോദിസ മുങ്ങിയതാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയതാണ്. മാമോദിസ പേര് എന്റെ ഭാര്യയുടെ എസ്തർ. കൊച്ചും മാമോദിസ മുങ്ങിയതാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂർ ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ്. സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ്. അജു ഡ്രൈവറായി വന്നതുകൊണ്ട് 2018 മുതൽ എന്റെ ഇൻ ആൻഡ് ഔട്ട്, അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നതുകൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇനി അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖ എന്നാണ്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഇതൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കും. സുലേഖ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി? 10 വർഷമായി മാമോദിസ മുങ്ങി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ്. യെസ്. ഇനി ആന്റണി മാഷ് ഒന്ന് മൈക്ക് കൊടുത്തേ. ദേവസി ആന്റണി. താങ്കൾ മുസ്ലിം വല്ലതും ആണോ? താങ്കൾ തീവ്രവാദിയൊന്നുമല്ലല്ലോ. ഓക്കെ, നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ? ക്ലിയർ. ഇവർക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് 25ാമത്തെ വയസ്സിൽ, അതായത് ഇവർ വിവാഹം കഴിച്ച് 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി. ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി. ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ജിജിയായിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും ശുശ്രൂഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെ എന്റെ അപ്പനും അമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം. നിങ്ങൾ ഇവിടെ നിൽക്കുക, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവരെന്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി എങ്ങനെയാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം. 2018 പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശ് കൊണ്ട് എന്റെ വീട് കുത്തി പണിത് ബാക്കിയുള്ള കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട്.
അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ്, സുലോചന എന്ന് പറയുന്ന ഒരു വൃത്തം, അവരുടെ മോള്, ഭർത്താവിന്റെ മോൾക്ക് 2 കുഞ്ഞുങ്ങൾ, ഇവർ ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ അജുവിനെ ഏൽപ്പിച്ചു. ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ്. മോനെ നീ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണെന്ന് അന്വേഷിക്കും, നമുക്കൊരു വീട് പണി കൊടുക്കാം. ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു. അജു ആണെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു, ആളുകൾ അറിയാം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഈ പാവം അജു ആണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരത്തിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി. അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യയുടെ അപ്പൻ, അമ്മ കംപ്ലീറ്റ് എതിർത്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് സത്യം. ഓർമ്മയുണ്ടല്ലോ. അപ്പം കാരണം അവർ പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എങ്ങനെ മെമ്പർ ആക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്കുണ്ടാക്കി. പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി ഇടാം. ഇവൻ ഒരുപാട് തെറിവിളിക്കുകയും വഴക്കുറയൊക്കെ അന്ന് ചെയ്യുകയും ചെയ്തു. അത് ജനം അറിയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അജു. ഇനി സുലേഖയും അതുപോലെ തന്നെ ദേവസ്യ ആന്റണി മാഷും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല അവരെങ്ങനെയാ വന്നതെന്ന്. ഇവർക്ക് എന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു 10-15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാമെന്നും പറഞ്ഞ് 15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. മൈക്ക് മാഷിന് കൊടുക്കും. മാഷ് അത് പറയട്ടെ. വാങ്ങിയതല്ലേ മാഷ്? പൈസ വാങ്ങിയതാണ്. അത് വാങ്ങുമ്പോൾ പീരാർമുടിയിൽ ആദ്യമായിട്ട് സ്ഥലം, അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി എന്ന് പറഞ്ഞാണ് ആദ്യം വാങ്ങിയത്. പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പറ്റില്ല, ഞങ്ങളെ ട്രസ്റ്റ് മെമ്പറാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ടാണ് സ്ഥലം വാങ്ങുന്നതും. ഞങ്ങൾ 4 പേര്, സുലേഖ, ഞാൻ, മാരിയോ, ജിജി, 4 പേര് അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം. പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് ചെയ്തു? മാരിയോ എനിക്ക് ആ പണം തിരിച്ചു തന്നു. അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നേരം തിരിച്ചു. ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, അത് എന്റെ കടപ്പാടാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച്, ഭാര്യ, അവളുടെ അപ്പൻ, അവളുടെ അമ്മ, ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും, പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഫാമിലി ട്രസ്റ്റ് പറ്റൂല എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത്, വളരെ അടുത്ത, അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോ എന്ന് പറയും, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തിട്ടു, പേരിന് ഒരാൾ മാത്രം. അവന്റെ ഒരു പ്രത്യേകത, ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു. എന്റെ ഭാര്യയല്ലേ. മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ, അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഷോക്കായിരുന്നു. ഞാൻ അജുനെ നോക്കി, എന്റെ കൂടുതലുള്ളവരെല്ലാം തിരിച്ചു മറിച്ച് നോക്കി, ഇതെന്താ ഞാൻ പറയാത്ത കാര്യം വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനുജത്തിയുണ്ട്, ഷീജ, ആലപ്പുഴയാണ് കെട്ടിച്ചത്. ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ്, ദുബൈയിലാണ്. സേവിച്ചൻ, ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ജിജിയോട് പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനതാണ്. അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി. പോട്ടെ. ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു, ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്കെന്നും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത്. 2023 ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് AC, തിരുവനന്തപുരം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് അവൻ മകനെ പോലെ. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി. അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല, ജിജിയും അനുസരിച്ചു. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് വിഷയം പറഞ്ഞു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസ്, അയ്യോ, ഇത്രയും നാട്ടുകാരെ ഇങ്ങനെ അവിഹിതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമ്മുടെ എന്താ പറയുക ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചെല്ലാം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ചേട്ടായിയും ജിജി ചേച്ചിയും അവസാനം ചെന്ന് വീണത് ഒരു അവിഹിത കഥയിലാണല്ലോ. വന്നിട്ട് ചെയ്ത പണി സന്തോഷിന് ഒറ്റ അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തൊക്കെ പോയി. ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് MLC ആക്കി, കേസാക്കി. കൊരട്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ ചേച്ചി അമ്മാതിരി അടി അവൻ്റെ ചെവിട്ടത്തടിച്ച് ചോര വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അടി കൊണ്ട സമയത്ത് നമ്മുടെ മരിയോ ചേട്ടൻ്റെ അല്ലെങ്കിൽ ബ്രദറേട്ടൻ്റെ വീട്ടത്ത് അതേപോലെ എന്താണ് അടിക്കാണ്ടിരുന്നത്? അടി കൊണ്ടിട്ട് ഓടിപ്പോയത് എന്താണ്? എന്തൊക്കെയോ പറയുന്നു, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേസിൽ നിന്ന് ഊരിപ്പോകണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കഥകൾ ആയിരിക്കാം, പറയാൻ പറ്റില്ലെന്ന്. നാട്ടുകാരെ മൊത്തം ലോകം മൊത്തം പറ്റിച്ച ഇവർക്ക് ഒരു കഥ ഉണ്ടാക്കാനാണോ പാട്? ഇതിപ്പം നമ്മുടെ ബ്രദറേട്ടൻ ഇതേപോലെ ഒരു 5-8 പേരെ വിളിച്ചിരുത്തി കഥ പറയുന്ന പോലെ തന്നെ നാളെ ജിജി ചേച്ചിയും വന്നിട്ടൊരു കഥ പറയും. ബ്രദറേട്ടന് വേറൊരു പെണ്ണുമായിട്ട് ഡിങ്കോൾഫി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചോദ്യം ചെയ്തപ്പോൾ
അല്ല അത് പിന്നെ അങ്ങനെ ആയിരിക്കില്ല. കാരണം വെച്ചാൽ ജിജി ചേച്ചി ഓൾറെഡി പറഞ്ഞു, അതായത് ഈ പറയുന്ന ട്രസ്റ്റ് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കി അതിനെതിരെ പോയി സംസാരിച്ചതാണ്. അതൊരു തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ജിജി ചേച്ചി ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. 34 മിനിറ്റോളമുള്ള ഒരു വിശദീകരണ യോഗമാണ് നമ്മുടെ മരിയോ ചേട്ടൻ നടത്തിയിട്ടുള്ളത്. ഇതേപോലെയുള്ള കഥകളാണ്. ഓക്കെ, ഇതൊക്കെ പോലീസുകാർ അന്വേഷിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു 34 മിനിറ്റുള്ള വീഡിയോ എല്ലാം കണ്ട് ഇയാൾ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ജിജി ചേച്ചിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ജിജി ചേച്ചി വേറൊരു കഥയുമായിട്ട് വരും. ഈ മരിയോ ചേട്ടനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇപ്പം മരിയോ ചേട്ടൻ്റെ ഏകദേശം കഥ മനസ്സിലായല്ല. ഇനി നമുക്ക് ജിജി ചേച്ചി ഒരു കഥയായിട്ട് വരുമ്പം ഇവർ രണ്ടുപേരുടെയും കഥ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ആരാണ് നല്ല രീതിയിൽ കഥ പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം നല്ല കഥാകൃത്ത് ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജിജി ചേച്ചിക്ക് അടി കിട്ടി. ജിജി ചേച്ചി പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം സെറ്റ് ഓഫ് ബോക്സോ ടി വിയോ ഇല്ലാത്ത വീട്ടിലാണ് ജിജി ചേച്ചി ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് അടി കിട്ടിയതെന്ന് ചേട്ടൻ പറയുന്നുണ്ട്, ബ്രദറേട്ടൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രദറേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മളെ സമൂഹത്തെ മൊത്തം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച 2 പേർ അവർ ഇപ്പോൾ ഈ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തരാണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.